തൃശൂർ കോർപ്പറേഷൻ ശതാബ്ദി ഉദ്ഘാടന ചടങ്ങിനിടെ കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധം. മന്ത്രിമാരായ എം.വി. ഗോവിന്ദൻ, കെ. രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത പരിപാടിക്കിടെയാണ് പ്രതിഷേധമുണ്ടായത്. ശതാബ്ദിയോടനുബന്ധിച്ചുള്ള കെട്ടിട നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പണികളെല്ലാം നൽകുന്ന അഴിമതിയാണ് അഴിമതിയാണ് അഴിമതിയാണ്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, കുറെ നേരം നീണ്ടുനിന്നോ പ്രതിഷേധ പരിപാടികൾ, പ്രകടനങ്ങൾ? സനി, സമാധാനപരമായാണ് ആദ്യം ഈ പ്രതിഷേധ പരിപാടി ആരംഭിച്ചത്. പോലീസ് കോർപ്പറേഷന് തൊട്ട് ഏതാനും മീറ്ററുകൾ മുമ്പ് തന്നെ ഈ പ്രതിഷേധക്കാരെ തടഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധമുള്ളത്. എം.എൽ.എ. ടി.കെ. സനീഷ്കുമാർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. തുടർന്ന് ഈ ഉദ്ഘാടന പരിപാടികൾ സ്റ്റേജിൽ, അതായത് കോർപ്പറേഷനുള്ളിൽ ആരംഭിച്ചപ്പോൾ ആണ് ഈ പ്രതിഷേധം ഉണ്ടായത്. മന്ത്രി എം.വി. ഗോവിന്ദനും അതുപോലെ തന്നെ മന്ത്രി കെ. രാധാകൃഷ്ണനും സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അപ്രതീക്ഷിതമായ ഒരു കൗൺസിലർ ഈ കവാടത്തിന് സമീപത്തേക്ക് ഓടി പോലീസിനെ മാറ്റിക്കൊണ്ട് തന്നെ ഓടി എത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്തത്. രണ്ട് കൗൺസിലർമാരാണ് എത്തിയത്. പൂങ്കുന്നത്തെയും അതുപോലെ തന്നെ ഒളരിയിലെയും കൗൺസിലർമാരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പ്രധാനമായും ഈ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഈ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് നിർമ്മാണം നടത്തിയ കെട്ടിടങ്ങളിൽ അഴിമതിയുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനമായ ആരോപണം. ഇക്കാര്യത്തിൽ പറയുന്നത് 2.5 കോടി രൂപയുടെ പ്രോജക്റ്റ് ഒറ്റ പ്രോജക്റ്റായി നൽകാമായിരുന്നു. എന്നാൽ ഇത് 51 ഫയലുകളായാണ് നൽകിയത്. ഇത് ഈ ടെൻഡർ വിളിക്കാതിരിക്കാനാണ്. ഈ ടെൻഡർ വിളിച്ചില്ല എന്നൊരു ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ്. മന്ത്രിമാർ ഇവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. 3 മന്ത്രിമാരാണ് ചടങ്ങിൽ ഉണ്ടായിരുന്നത്. മന്ത്രി കെ. രാജൻ, കെ. രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ എം.വി. ഗോവിന്ദൻ, ഇവർ 3 പേരുമാണ് ചടങ്ങിൽ ഉണ്ടായത്. അതിനിടയിലായിരുന്നു ഈ പ്രതിഷേധം. ഏതായാലും പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. ശരി, നന്ദി സുബി വിവരങ്ങൾക്ക്.